ബഹ്റിനിൽ നടന്ന ലോക കാർ റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലയാളി വിദ്യാർത്ഥി വേദാന്ത് മേനോൻ വൈസ് ചാമ്പ്യനായി. ബഹ്റിനെ പ്രതിനിധീകരിച്ചാണ് വേദാന്ത് മത്സരിച്ചത്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഈവന്റുകളിലൊന്നായ റോട്ടാക്സ് മാക്സ് ഗ്രാൻഡ് ഫൈനലിൽ ബഹ്റിന്റെ പ്രതിനിധിയായി മത്സരിച്ച വേദാന്ത് മേനോൻ E20 സീനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി. ബഹ്റിൻ ഇന്റർനാഷണൽ കാർട്ടിംഗ് സർക്യൂട്ടിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 363 മികച്ച ഡ്രൈവർമാർ പങ്കെടുത്തിരുന്നു. 2020 ബഹ്റിനിൽ കാർട്ടിംഗ് കരിയർ ആരംഭിച്ച വേദാന്ത് ബഹ്റിൻ നാഷണൽ റോട്ടാക്സ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി പോഡിയം ഫിനിഷുകളും മികച്ച ചാമ്പ്യൻഷിപ്പ് പോരാട്ടങ്ങളും കാഴ്ചവെച്ചാണ് ലോകോത്തര തലത്തിലേക്ക് ഉയർന്നത്. ഈ വർഷം ടീം ബഹ്റിന്റെ 11 അംഗ സംഘത്തിൽ ഉൾപ്പെട്ട വേദാന്ത് മാത്രമാണ് ഫൈനലിൽ ഇടം നേടിയത്. E20 സീനിയർ വിഭാഗം ഫൈനലിൽ 1ാം സ്ഥാനക്കാരിൽ നിന്ന് വെറും 0.4 സെക്കൻഡ് മാത്രം പിന്നിൽ എത്തിയാണ് വേദാന്ത് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ബഹ്റിൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഡ്രൈവർ റോട്ടാക്സ് ഗ്രാൻഡ് ഫൈനലിൽ ഇടം നേടുന്നത്. ഈ നേട്ടത്തോടെ വേദാന്ത് മേനോൻ ബഹ്റിന്റെ മോട്ടോർ സ്പോർട്സ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ഇടം നേടി. ടീം ബഹ്റിൻ മാനേജ്മെന്റും ബഹ്റിൻ മോട്ടോർ ഫെഡറേഷനും വേദാന്തിന്റെ ഈ അസാധാരണ നേട്ടത്തെ അഭിനന്ദിച്ചു. ഭാവിയിൽ കൂടുതൽ അന്താരാഷ്ട്ര നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ പ്രകടനം പ്രചോദനമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റിനിലെ സെന്റ് ക്രിസ്റ്റഫർ സ്കൂളിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേദാന്ത് മേനോന്റെ ഈ ചരിത്ര നേട്ടം ബഹ്റിനിലെ മലയാളി സമൂഹം ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ.